ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഹാലോവീൻ്റെ ടൈമാണ്. അതായത് ഹാലോവീൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഒക്ടോബറാണ്. അപ്പോൾ ആഗസ്റ്റ് ലാസ്റ്റ് മുതൽ തുടങ്ങും ഈ ഹാലോവീൻ്റെ ആഘോഷങ്ങൾ ഇവർ തുടങ്ങും. അതൊരു വളരെ വിചിത്രമായ ആചാരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അത് അമേരിക്കയിലും മുഴുവനായിട്ടും മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. എന്നാലും ഇവിടെ ആ മയാമി മുതൽ ഇങ്ങോട്ടുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവിടെ ഇത് ഹാലോവിൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ മരിച്ചുപോയ ആളുകളുണ്ടല്ലോ, അവരുടെ ആത്മാക്കൾ വരുന്ന ഒരു സമയമാണ് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്. അപ്പം ഇത് എവിടെ നോക്കിയാലും ശരി, നമുക്ക് ഈ ഹാലോവിൻ്റെ ആഘോഷം എന്നൊക്കെ പറയുന്നത് എല്ലാം തലയോടുകൾ അതിൻ്റെ രൂപമാണ് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ എല്ലിൻ കൂട്, മനുഷ്യൻ്റെ മൊത്തമായിട്ടുള്ള ഈ സ്കെലിട്ടൺ, ഇതൊക്കെയാണ് ഈ ഹാലോവീനായിട്ട് വെച്ചേക്കുന്നത്. മുമ്പ് ഞാൻ അമേരിക്ക വന്നപ്പോൾ വന്നപ്പോൾ മയാമിയിൽ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്നറിയും അവിടെ ഇത് അറിയില്ല, അത് ഒക്ടോബറിലായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച്, ഞാൻ ഈ ഹാലോവീൻ എന്ന് പറയുന്നതിൻ്റെ ടൈം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു കസേരയിൽ അതിൻ്റെ മുമ്പിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ വെളിച്ചം കുറഞ്ഞ ഒരു മുറി, അതിൻ്റെ റിസപ്ഷൻ, അവിടെ കസേരയിൽ ഒരു അസ്ഥികൂടത്തിനെ ഇരുത്തിയേക്കുക. നോക്കിയപ്പോൾ അടുത്തെല്ലാം അസ്ഥികൂടത്തിൻ്റെ മാലകൾ, അതായത് മാലകളെന്ന് പറയുന്നത് തലയോടുകളുടെ മാലകൾ, തലയോട്ടി ഇങ്ങനെ കൊരുത്ത മാല, ഇതൊക്കെയാണ് വെച്ചേക്കുന്നത്. അത് ഒറിജിനലല്ല കേട്ടോ, അതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്, പ്ലാസ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കിയേക്കുന്നതാണ്. പക്ഷേ അതൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് മാറി. ആ ഹോട്ടലിൽ തന്നെ ഞാനങ്ങ് വെറുത്തുപോയി ഇത് കണ്ടപ്പോൾ. പിന്നെ മനസ്സിലായത് ഈ ഹാലോവീൻ്റെ ടൈമിൽ എല്ലായിടവും ഇതാണെന്ന്. ഹാലോവീന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ, നമ്മളാരും അത് ചിന്തിക്കുന്നില്ല. മത്തങ്ങ. ഈ ഹാലോവീൻ്റെ ഭാഗമായിട്ട് ഈ മത്തങ്ങ എല്ലായിടവും വെച്ചങ്ങ് അലങ്കരിക്കും. മത്തങ്ങ എന്ന് പറയുന്നത് നമ്മൾ ലക്ഷക്കണക്കിന് മത്തങ്ങയല്ല, 1-2 മത്തങ്ങയൊന്നുമല്ല ഇവിടെ കാണേണ്ടത്. ഞങ്ങൾ അന്ന് ആ അഗ്രികൾച്ചർ ഫാമിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നോക്കിയപ്പോൾ എന്തെന്നറിയോ, മത്തങ്ങ പാടങ്ങൾ കണ്ടു. 2 മത്തങ്ങ പാടങ്ങൾ. മത്തങ്ങ പാടം എന്ന് പറയുന്നത് ഏതാണ്ടൊരു, ഈ മത്തങ്ങ ഇങ്ങനെ വരിയായിട്ട് വെച്ചേക്കുക. അപ്പം നമുക്ക് തോന്നും ഇത് പറിച്ച് ഇങ്ങനെ വെച്ചേക്കുവന്ന്. അങ്ങനെയല്ലത്. കാരണം അതിൻ്റെ ഈ വള്ളികളെല്ലാം അങ്ങ് കരിഞ്ഞുപോയി പ്രായമായിട്ട്. എന്നിട്ട് നല്ല മത്തങ്ങ, നല്ല കളറാണ്, കളർഫുള്ളായിട്ടുള്ള ഈ മത്തങ്ങ ഇഷ്ടംമാതിരി ഇങ്ങനെ ഇരിക്കുക, വരിയായിട്ട് ഇരിക്കുക. കാരണം ഇത് നട്ടേക്കുന്ന രീതിയിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് എന്നിട്ട് അതിൻ്റെ ആ പാടത്തിൻ്റെ ഗേറ്റിൽ അതിൻ്റെ പുറത്തായിട്ട്, ആ തൂണിൻ്റെ പുറത്ത് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ദൂരെ നിന്ന് വരുന്നവർക്ക് മത്തങ്ങ വാങ്ങണമെങ്കിൽ വാങ്ങാം. അത് വലിയൊരു കൃഷിയായത്. ആ ലക്ഷക്കണക്കിന് മത്തങ്ങയാണ് 2 പാടങ്ങളിൽ. അത് നോക്കുമ്പോൾ എന്തെന്നറിയോ, ഓറഞ്ച് നിറത്തിൽ ഉള്ള ആ പാടം മുഴുവൻ, ഈ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഏക്കറെങ്കിലും കാണും ഒരെണ്ണം. ആ രീതിയിൽ അത് നിറച്ച് മത്തങ്ങയാണ്. റോഡ് സൈഡാണ്, ഒരെണ്ണം റോഡിൻ്റെ റൈറ്റ് സൈഡും ഒരെണ്ണം ലെഫ്റ്റ് സൈഡും. അപ്പോൾ അവിടെ വണ്ടി നിർത്തി ഇത് ഷൂട്ട് ചെയ്യാൻ മോൻ പറഞ്ഞാൽ അത് വണ്ടി നിർത്തുന്നത് ശരിയല്ല, വണ്ടി നിർത്താൻ പാടില്ല. അവനെല്ലാം നിയമം നോക്കുന്ന ആളാണ്. അത് കാരണം അതിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ അത് പകർത്തിയെടുത്തിട്ടുണ്ട്. ഒരു രസമുള്ള കാഴ്ചയായിരുന്നു ഈ മത്തങ്ങ. ഇത്രയും മത്തങ്ങ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് എങ്ങനെ ചിലവാകും എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ ഉപയോഗം, ഈ മത്തങ്ങ ഇവിടെ എന്തിനു ഉപയോഗിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഹാലോവീൻ്റെ ടൈമിലാണ് ഈ മത്തങ്ങയുടെ ഒരു വിളവെടുപ്പ് ടൈമാണ് ഈ ഹാലോവീൻ. അപ്പോൾ അത് ഇവിടെ അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളിലുമുണ്ട് ഈ മത്തങ്ങ. ഇവിടെ പ്രത്യേകിച്ചും ഞാൻ കണ്ടത് ഈ ഒറിഗോൺ സ്റ്റേറ്റിൽ നിറച്ചുണ്ട് മത്തങ്ങ. അതുപോലെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ആപ്പിൾ തോട്ടം എന്നൊക്കെ പറയുന്നത് ഏക്കറുകൾ കണക്ക്, അതായത് 100 ഏക്കറൊക്കെ വീതം ഉള്ള ഓരോ തോട്ടങ്ങളാണ്. അത് നല്ല വരിയായിട്ട് ആപ്പിൾ പ്ലാന്റ് ചെയ്തേക്കുക. ഈ ആപ്പിൾ ഇങ്ങനെ ആ ചെടികൾ എല്ലാം കായ്ച്ചു തുടങ്ങുന്ന ചെടികൾ അത് മുതൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ മുന്തിരിച്ചെടികളുണ്ട്. മുന്തിരിച്ചെടികൾ ഈ വള്ളി പടർത്തുന്ന ചെടികളല്ല. സ്വിറ്റ്സർലൻഡിലൊക്കെ ഞാൻ കണ്ട പോലെ കുറ്റി മുന്തിരിയാണ്, എല്ലാം കുറ്റിച്ചെടികളാണ്. അത് നിറച്ച് കൊല കുത്തി കായ്ച്ചു കിടക്കുകയാണ്. അതുപോലുള്ള മുന്തിരിച്ചെടികൾ. ഇതൊരു ഫ്രൂട്ട്സിൻ്റെ സ്ഥലം എന്ന് തന്നെ ഇതിനെ പറയണം. അതുപോലെ ഞാൻ പറഞ്ഞ പീച്ച് എന്നൊക്കെ പറയുന്നത് ഈ 2 വെറൈറ്റിയിലുള്ളത് ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പഴങ്ങളുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഓറഞ്ച് കളറിലുള്ള ഉരുണ്ടിരിക്കുന്നതൊക്കെ പഴങ്ങൾ ഒരുപാടുണ്ട്.
ഈ സബർ ജെല്ലി തന്നെ, ഈ ഗോൾഡൻ കളറുള്ള സബർ ജെല്ലി ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോഴും നാവിൽ വെള്ളം ഊറുകയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. മത്തങ്ങയുടെ ഉപയോഗം എന്തോന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ മത്തങ്ങ ഇവിടെ അതുപോലെ ഉണ്ട്. അത്രത്തോളം ഉണ്ട്. ലക്ഷക്കണക്കിന് മത്തങ്ങയാണ് ഇങ്ങനെ കായ്ച്ച കിടക്കുന്നത്. അതിൻ്റെ വള്ളികൾ ഉണങ്ങിയിട്ട് ഇത് അതിൻ്റെ വള്ളികളിൽ നിന്ന് ബന്ധം വിട്ട് അവിടെ ഇരിക്കുക. ഈ മത്തങ്ങ അത് ഇരിക്കുന്നതെല്ലാം ഉണ്ടല്ലോ, നല്ല ഒരു നേർ ലൈനിലാണ് ഇരിക്കുന്ന മൊത്തം. കാരണം ഇത് ആ നട്ടതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്, ആ മത്തങ്ങ ആയിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് ഞങ്ങൾ വേറെ സ്ഥലത്ത് പച്ച കളറുള്ള ഈ ചെടി, അതിനകത്ത് ഈ മത്തങ്ങ പിടിച്ച് കിടക്കുന്നത് കണ്ടു, വലിയ മത്തങ്ങ. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ള മത്തങ്ങയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് എത്ര ലോഡ് വരും, ഇത് എങ്ങനെ വിറ്റ് തീർക്കാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ അത്ര വലിയൊരു കാഴ്ചയായിരുന്നു അത്. ആ മത്തങ്ങ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഏതായാലും അതൊക്കെ കാണാനുള്ള ഒരു അനുഭവം ഉണ്ടായി. ഒരു വലിയ അനുഭവം തന്നെ ആയിരുന്നു അത് ഉള്ളത്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഈ കുറച്ച് മീൻ വാങ്ങാം എന്ന് വിചാരിച്ചു, കാരണം ഫിഷ് വേണമല്ലോ. അപ്പോൾ നേരെ പോയിട്ട് മീൻ കഴിച്ചിട്ട് ഒരു 3-4 ദിവസം ആയതുകൊണ്ട് ഫിഷ് വാങ്ങിക്കാനായിട്ട് ഒരു ന്യൂ സീസൺസ് എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖലയുള്ള ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുണ്ട്. അതിൽ കയറി അവിടെ ബുച്ചർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക്, അതായത് ഇറച്ചിയാണെന്നല്ലോ ബുച്ചർ എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് മീനുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാൽമണാണ് ഇവിടെ. ഈ അമേരിക്കക്കാരുടെ ഏറ്റവും ഇഷ്ട വിഭവം എന്ന് പറയുന്നത് സാൽമൺ എന്ന് പറയുന്ന മീൻ കൊണ്ടുള്ളതാണ്. യഥാർത്ഥ മെഡിറ്ററേനിയൻ ഇതിൽ ഉള്ളതാണ്, സീനുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവാകുന്നത്. നമുക്ക് ഫ്ലൈറ്റിലും ഒക്കെ തരുന്ന ഫിഷ് എന്ന് പറയുന്നത് കൂടുതലും സാൽമൺ ആയിരിക്കും. കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷാണ്, വളരെ രുചികരമാണ്. പിന്നെ എല്ലാ മീനും കഴിച്ചുള്ള ഒരു പരിചയം എനിക്കില്ലാത്തതുകൊണ്ടും എനിക്ക് ഈ സാൽമൺ എന്താണെന്ന് എനിക്കറിയില്ല, അതെനിക്ക് ഇഷ്ടപ്പെടാറില്ല. അത് ഓറഞ്ച് കളറാണ് അതിങ്ങനെ കീറി എടുത്ത് വെച്ചേക്കാണ്. അപ്പം നോക്കിയപ്പോഴാണ് 2 വിധത്തിലുള്ള ട്യൂണ ഇങ്ങനെ ഇരിക്കുന്നത്. അതിങ്ങനെ ട്യൂണ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നല്ല അതിൻ്റെ മാംസമായിട്ട് മാത്രം ഇതിരിക്കുകയാണ്. നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ കളറ് ഒരെണ്ണം, അത്രത്തോളം അത് കടുത്ത കളറാണ്, ഡാർക്ക് റെഡിഷ് ബ്രൗൺ ആ കളറിലിരിക്കുകയാണ്. മറ്റേത് നമ്മുടെ വെള്ളച്ചൂര, അതായത് നെമ്മീൻ ചൂര എന്ന് നമ്മൾ പറയുന്ന ചൂര, അത് ആദ്യമായിട്ട് ഇവിടെ കിട്ടി കേട്ടോ. അത് വാങ്ങി കൊണ്ടുവന്നിട്ട് ഞങ്ങളത് കുക്ക് ചെയ്ത് ആ കറി വെച്ച് കഴിച്ചു. നമ്മുടെ നാട്ടിൽ വെക്കുന്നത് പോലെ അമേരിക്കയിൽ വന്നിട്ട് ചൂരയുടെ കറി, നല്ല ട്യൂണയുടെ കറിയും കൂട്ടി ആഹാരം കഴിക്കാൻ പറ്റി. അതും ഒരു പുതുമയാണ്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പുട്ട്, പയറ്, പപ്പടമൊക്കെ ഞങ്ങൾ തിന്നു കേട്ടോ. അത് അമേരിക്ക വന്നിട്ടേ അതാണ്. ബാക്കി ഞാൻ ഈ ഹോട്ടൽ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. ഏതായാലും അത് കഴിക്കാൻ പറ്റി, വലിയ കാര്യമായി പോയത്. വളരെ വളരെ സന്തോഷമായി. ഏതായാലും അതിനുശേഷം അടുത്തതില്ല.